ഇത് നമ്മൾ കുവൈറ്റിലോട്ട് സാധനങ്ങൾ കൊടുത്തു വിടുന്നതാണേ. രണ്ടാം ഭാഗമാണ്. ഒരു വട്ടം ഇത് നാത്തൂൻ നാട്ടിൽ വന്നിട്ട് കുവൈറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള സാധനങ്ങൾ കൊടുത്തു വിടുന്നതാണേ. ആദ്യമേ കഴിഞ്ഞത് വാഴയ്ക്ക പൊളിച്ച് വെച്ചിട്ട് പിന്നെ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണേ. ഇത് നമ്മൾ അത്രയും വാഴയ്ക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയത്. പിന്നെ ഇത് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതെല്ലാം അരിഞ്ഞ് വെച്ചതാണ് ഈ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് തേങ്ങ ചിരുകിയിട്ട് തേങ്ങ ഓരോ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യമേ നമ്മൾ തേങ്ങ ഇത് വറുത്ത് കോരുന്നതാണ് ഈ കാണിക്കുന്നത്. നല്ല കനലുള്ള അടുപ്പിൽ തീയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. ആദ്യം നമ്മൾ തേങ്ങ വറുത്ത് കോരിയിട്ട് പിന്നെ ഇത് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെള്ളം ഉള്ളിയുടെ വെള്ളം എല്ലാം വറ്റിച്ച് മൂപ്പിച്ച് മാറ്റുകയാണ് കേട്ടോ. അത് എല്ലാം കൂടി ഇട്ട് ഉള്ള ചമ്മന്തിപ്പൊടിയാണിത് കേട്ടോ. ചമ്മന്തിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമ്മൾ മാങ്ങയച്ചാറും കൊടുത്തു വിടുന്നുണ്ടായിരുന്നേ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് മാങ്ങയച്ചാറ് വെള്ളമില്ലാതെ വറ്റിച്ചെടുത്ത പോലെ എടുത്തതാണ് കേട്ടോ. വെള്ളം ഒട്ടും കൊണ്ടുപോകാൻ നോക്കത്തില്ല, എണ്ണയും വെള്ളമൊന്നും. അന്നേരം വറ്റിച്ച് എടുത്താണ്. ഇത് അവൽ വിളയിച്ചത്. അവലിന് വിളയിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതുകൊണ്ട് ഇതെല്ലാം കൊടുത്തു വിടുന്നു എന്നേ ഉള്ളൂ. നാട്ടിലെ റെസിപ്പീസ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പിന്നെ ഇത് ബീഫ് നമ്മൾ വെള്ളം വറ്റിച്ച് വരട്ടിയതുപോലെ എടുത്തതാണ് കേട്ടോ. ബീഫാണ്. പിന്നെ ഇത് ഉണക്കമീനുണ്ട്. പോറ്റിയാണ് ആദ്യമേ ഇരുന്നത്. എല്ലാം വെള്ളം വറ്റിച്ചെടുത്ത്. ചിപ്സ് ഉണ്ട്, കാന്താരിമുളകുണ്ട്. ഇത് ചമ്മന്തിപ്പൊടി, അവൽ വിളയിച്ചത്. നാത്തൂനാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നത്. അന്നേരം ഹസ്ബൻഡിനൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ചേമ്പാണ് കേട്ടോ, അവർക്ക് കൊണ്ടുപോകാനാണ്. ചേച്ചിക്കുള്ള സാധനങ്ങളാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അവർക്ക് രണ്ടുപേർക്കും സെയിം സാധനങ്ങളാണ്. ചിപ്സ്, ചമ്മന്തിപ്പൊടി, പിന്നെ അവൽ വിളയിച്ചത്, മാങ്ങ അച്ചാർ. ഇത്രയാണ് സാധനങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.